ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ രേവതി വർഷയോട് പറഞ്ഞിട്ടാണ് പോയത് എന്നറിയുന്ന സമയത്ത് എല്ലാവരും ഒന്ന് പകച്ചു പോകട്ടോ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് കാരണം കൊണ്ടായിരിക്കും വർഷ പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത്. വർഷ വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, രേവതി ചേച്ചി വന്നോ? എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ട് വേണ്ടേ പോകാൻ എന്നൊക്കെ വർഷ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും രേവതി അടക്കം എല്ലാവരും ഒന്ന് ഞെട്ടുക കേട്ടോ. പെട്ടെന്ന് തന്നെ രേവതി പറയുന്നുണ്ട്, പക്ഷേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയത് എന്ന് ചോദിക്കുന്ന സമയത്ത് രേവതി ചേച്ചി എന്നോട് പറഞ്ഞില്ലല്ലോ. രാവിലെ രേവതി ചേച്ചി ഭയങ്കര ദേഷ്യത്തിലായിരുന്നില്ലേ, അതിനുശേഷം നമ്മൾ തമ്മിൽ കൂടി കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ വർഷ പറയുകയാണ്. ഈ ഒരു സമയത്ത് സ്തുതി പറയുന്നുണ്ട്, ശ്രീകാന്ത് നിന്റെ ഭാര്യയാണോ നിന്റെ ഏട്ടത്തിയമ്മയാണോ നുണ പറയുന്നത് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ നുണ പറയാറില്ല, എനിക്കങ്ങനെ നുണ പറയേണ്ട ആവശ്യവുമില്ല എന്നൊക്കെ വർഷ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് വർഷ ഞാൻ നിന്നോട് പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ അവിടെ വരുന്ന സമയത്ത് നീ അവിടെ ബെഡിലിരിക്കുകയായിരുന്നു. നിന്നോട് ഞാൻ പറയുന്ന സമയത്ത് നീ ഓക്കെ എന്ന് പറയുകയും ചെയ്തു എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും ഒരു നിമിഷം വർഷ എന്ന് ആലോചിക്കുക കേട്ടോ. രേവതി വർഷയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് വർഷ ബെഡിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ രേവതി വന്നിട്ട് പറയുന്നുണ്ട്, വർഷ എനിക്ക് അത്യാവശ്യമായിട്ട് പൂമാല കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോവുകയാണ്, കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരികയുള്ളൂ. അച്ഛൻ വരുമ്പോൾ പറയണം. മാത്രമല്ല സച്ചേട്ടൻ എന്നോട് പിണക്കമായതുകൊണ്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാനുള്ള സാധ്യതയും കുറവാണ്, അതുകൊണ്ട് തന്നെ നീ എല്ലാവരോടുമായിട്ട് പറയണം എന്നൊക്കെ രേവതി പറയുന്ന സമയത്ത് വർഷ വേഗം തന്നെ സ്റ്റുഡിയോയിൽ സാറിനോടായിട്ട് ഓക്കെ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ രേവതി പറഞ്ഞത് കേട്ടു എന്ന ചിന്തയോട് കൂടിയിട്ടാണ് പൂ കെട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ആലോചിച്ചുകൊണ്ട് തന്നെ വർഷ വലിയ വയൽ പൊട്ടിച്ചിരിക്കേണ്ട. വേഗം തന്നെ ശ്രീകാന്ത് ദേഷ്യത്തോടത്തിന് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ വർഷ ചിരിക്കുന്നത്, നീ കാര്യം പറയുന്ന പറയുന്ന സമയത്ത് ശ്രീകാന്ത് ഇതൊരു മിസ് കമ്മ്യൂണിക്കേഷനാണ് എന്ന് നമ്മുടെ വർഷ പറയുന്നുണ്ട്. ശ്രീകാന്ത് ചോദിക്കുകയാണ്, മിസ് കമ്മ്യൂണിക്കേഷൻ നീ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിക്കുന്ന സമയത്ത് രേവതി ചേച്ചി റൂമിൽ വന്ന് കാണും, പക്ഷെ ഞാൻ ആ സമയത്ത് ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചത് കാരണം രേവതി ചേച്ചി പറഞ്ഞത് കേട്ടതുമില്ല. ഫോണിൽ അപ്പുറ സൈഡിൽ നിൽക്കുന്ന സാറിനോടാണ് താൻ ഓക്കെ എന്ന് പറഞ്ഞത്, പക്ഷെ രേവതി ചേച്ചിയോടാണ് എന്ന് കരുതിക്കൊണ്ടാണ് അവിടെ നിന്ന് പോയത് എന്നൊക്കെ നമ്മുടെ വർഷ പറയുന്ന സമയത്ത് ശ്രീകാന്ത് പറയണം, അപ്പോൾ രേവതി അടുത്ത് പറഞ്ഞ് നീ കേട്ടിട്ടില്ല, പക്ഷെ രേവതി അടുത്ത് നീ കേട്ടു എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ് പോയത്. അപ്പോൾ ഇതാണല്ലേ മിസ് കമ്മ്യൂണിക്കേഷൻ എന്ന് ശ്രീകാന്ത് പറയുമ്പോഴത്തേക്ക് അതേ ശ്രീകാന്ത് ഞങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതൊന്നും തന്നെ കേട്ടിട്ടില്ല, പക്ഷെ എന്തായാലും രേവതി ചേച്ചി വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ വർഷ പറയുന്ന സമയത്ത് എൻ്റെ വർഷ നീ കുറച്ച് നേരം മുന്നേ പറഞ്ഞായിരുന്നു ഇവിടെ സച്ചിയേട്ടന് എന്ത് സ്നേഹമായിരുന്നു അറിയാം രേവതി ചേച്ചിയോട്. രേവതി ചേച്ചി വന്ന സമയത്ത് കെട്ടിപ്പിടിക്കുകയും മാത്രമല്ല ആ സ്നേഹപ്രകടനം ഒന്ന് കാണണ്ടായിരുന്നു എന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോഴത്തേ എനിക്കത് മിസ്സായി പോയല്ലോ എന്ന് വർഷ പറയുന്നുണ്ട്. ഈ ഒരു സമയത്തും ചന്ദ്ര നമ്മുടെ രേവതിയെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുക. ഇവൾ പറയുന്നത് കള്ളമാണ്, നിങ്ങളെല്ലാവരും വിശ്വസിച്ച് കാണും, പക്ഷേ എന്നെ കൊണ്ട് വിശ്വസിക്കാനാവുകയില്ല, ഇവളുടെ സുഹൃത്തിൻ്റെ കൂടെ കറങ്ങാൻ പോയതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ, രേവതി നിനക്കൊന്ന് കോൾ വിളിച്ച് പറയാൻ പാടില്ലായിരുന്നു ചോദിക്കുകയാണ്. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിരിക്കുകയായിരുന്നു രേവതി പറയുന്ന കൂടി തന്നെ ചന്ദ്രോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ പൂമാല കെട്ടാൻ പോയതായിരുന്നു, ഇന്ന് എനിക്ക് 3000 രൂപയാണ് വരുമാനം കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് രേവതി ഒരു വരുമാനം കാണിക്കുന്ന സമയത്ത് സച്ചിക്ക് രവിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്നാലൊരു കുശുമ്പോട് കൂടി തന്നെയാണ് ചന്ദ്ര അവിടെ സംസാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ രവി പറയുന്നത്, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ചന്ദ്ര, നിനക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷം അറിയാൻ മേലഞ്ഞിട്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്. രവതി മോള് നീ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാനൊന്നും കഴിച്ചില്ല അച്ഛാ, അവിടെ പ്രസാദം ഉണ്ടായിരുന്നു, സച്ചേന് അത് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനത് കഴിക്കാതെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ സച്ചേനും കൂടെ ഒരുമിച്ച് കഴിച്ചോളാം എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും എന്നാൽ നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കും, ബാക്കി എല്ലാവരും അവരവരുടെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുകയെന്നും പറഞ്ഞിട്ട് രവി എഴുന്നിട്ട് പോകുന്നുണ്ട്. തൊട്ടുപോലെ തന്നെ വർഷയും ശ്രീകാന്തും ശ്രുതിയും എല്ലാം തന്നെ അവരവരുടെ റൂമിലേക്കായിട്ട് പോകാൻ കേട്ടോ. ഏറ്റവും അവസാനം ചന്ദ്ര എഴുന്നിട്ട് പോകാൻ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ രേവതി ഒരു നിമിഷം അമ്മയെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പം മനസ്സിലായില്ല സച്ചേന് എന്നോടുള്ള സ്നേഹം, ഇനി അമ്മ ഇതുപോലെ ആവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സ്നേഹം ഇരട്ടിയാവുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു മധുര പ്രതികാരം എന്ന രീതിയിൽ തന്നെ ചന്ദ്രയോടായിട്ട് സംസാരിക്കുകയാണ്. ചന്ദ്ര ഒരു അക്ഷരം പോലും ഇണ്ടാതെ നാണം കെട്ട് തന്നെ അവിടെ നിന്ന് പോവാൻ കേട്ടോ. ചന്ദ്ര പോയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ സച്ചി രേവതിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നീ കറക്റ്റ് സ്ഥാനത്ത് തന്നെയാണ് അമ്മയ്ക്ക് കൊട്ടിയത്, ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നിനക്ക് വേണ്ടിയിട്ട് അത് കഴിച്ചിട്ടാവാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി രേവതിക്ക് വേണ്ടി മേടിച്ചു കൊണ്ടുവന്ന സ്വീറ്റ്സ് എടുത്ത് രേവതിയുടെ കൈകളിലേക്ക് കൊടുത്തിട്ട് പറയുന്നത്, ഇതൊരു സ്പെഷ്യൽ സ്വീറ്റാണ്, കണക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞ് രേവതിയുടെ കൈകളിലേക്ക് കൊടുക്കുന്ന സമയത്ത് രേവതി ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അതിനെൻ്റെ പിണക്കം മാറിയില്ലല്ലോ സച്ചിയേട്ടാന്ന് പറയാം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സച്ചിയെ ലക്ഷ്മി വിളിച്ചിട്ട് ചോദിക്കുന്നത്, രേവതി മോള് വന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മേനെ ഞാൻ വിളിക്കാൻ മറന്നു പോയതാണ്, അമ്മേ രേവതി വലിയ താമസമില്ലാതെ വന്നിരുന്നു, അവളിവിടെയുണ്ട്, അവൾക്ക് യാതൊരു കുഴപ്പമില്ല, അവൾ പൂമാല കെട്ടാനായിട്ട് പോയതായിരുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാണ് ആരെയും വിളിക്കാതിരുന്നതെന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ വിളിക്കാതിരുന്നതിന് ലക്ഷ്മിയോട് സോറിയും പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട്, സോറിയുടെ ഒന്നും ആവശ്യമില്ല മോനെ, എന്തായാലും രേവതി മോള് വന്നല്ലോ, ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു, എന്തായാലും എനിക്ക് ആശ്വാസമായി എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞുകൊണ്ട് തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ലക്ഷ്മി കോള് കട്ട് ചെയ്തിട്ട് തൊട്ട് പിറകെ തന്നെ രേവതി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാണ് സച്ചിയേട്ടെന്ന് ചോദിക്കുന്ന സമയത്ത് നിൻ്റെ അമ്മയാണ്, ഞാൻ നിന്നെ കാണാതിരുന്ന സമയത്ത് അമ്മയെ ഫോൺ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പൊന്നു സച്ചിയേട്ട
അമ്മേനെയൊക്കെ എന്തിനാ വിളിച്ചത്, ഞാൻ പോയി ഇങ്ങ് തിരിച്ച് വന്നോളായിരുന്നു എന്നൊക്കെ രേവതി ചോദിക്കുന്ന സമയത്ത് അന്നേരത്തെ ഒരു വെപ്രാളത്തിൽ നീ അവിടെ ചെന്നോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു, മാത്രമല്ല നിന്നെ കാണാനില്ല എന്ന് കരുതിക്കൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ പൊന്ന് സച്ചിയേട്ടാ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് കൊടുത്തു എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അച്ഛൻ പറഞ്ഞിട്ട് അച്ഛന് നിന്നെ കാണാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു, അതുകൊണ്ട് അച്ഛനാണ് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്ന സമയത്ത് അച്ഛന് മാത്രമല്ലായിരുന്നില്ല സങ്കടം, സച്ചിയേട്ടന് നല്ല സങ്കടം ഉണ്ടായിരുന്നല്ലോ, സച്ചിയുടെ കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ടെന്നൊക്കെ നമ്മുടെ രേവതി പറയുമ്പോഴത്തേക്കും സച്ചി ആദ്യമൊന്നും അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. നിന്നെ കാണാതിരുന്നപ്പോൾ സങ്കടം വന്നു എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ കരഞ്ഞിട്ടൊന്നുമല്ല, കണ്ണ് ചുവന്നിരിക്കുന്നത് വണ്ടി ഒരുപാട് ഓടിച്ചിട്ടാണെന്നൊക്കെ നമ്മുടെ സച്ചി പറയുന്നുണ്ടെങ്കിൽ രേവതിക്ക് സത്യാവസ്ഥകളെല്ലാം തന്നെ മനസ്സിലാവുകയാണ്. പിന്നെ വണ്ടി ഓടിച്ചിട്ട് എനിക്കറിയാൻ പാടില്ല എൻ്റെ സച്ചിയേട്ടൻ നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട്, സച്ചിയേട്ടൻ്റെ കണ്ണുകൾ കണ്ടറിയാം, മാത്രമല്ല സച്ചിയേട്ടൻ തല്ലാൻ കൈ ഒങ്ങിയ സമയത്ത് സച്ചിയേട്ടൻ എന്നോടുള്ള സ്നേഹവും എനിക്ക് മനസ്സിലായി എന്നൊക്കെ രേവതി പറയുകയാണ്. പെട്ടെന്ന് സച്ചി പറയുന്നുണ്ട്, തല്ലാൻ കൈ ഒങ്ങുന്ന സ്നേഹമാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു കുഞ്ഞിനെ കാണാതെ പോകുന്ന സമയത്ത് അവനെ തിരിച്ചു കിട്ടുമ്പോൾ ഒരു അമ്മ ആദ്യം ചെയ്യുന്നത് അവൻ തല്ലുകയായിരിക്കും, അതിന് ഉപദ്രവം എന്ന് പറയാൻ പറ്റില്ല, അവനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണെന്നൊക്കെയാണ് രേവതി പറയുമ്പോഴത്തേക്കും സച്ചി ഒരു നിമിഷം മിണ്ടാതെ നിന്നിട്ട് നമ്മുടെ രേവതിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വല്ലാതെ പേടിച്ചു പോയി രേവതി, നീ എവിടെ പോയി എന്നുള്ള ആകെ ടെൻഷനിലായിരുന്നു ഞാൻ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പലയിടങ്ങളിൽ പോയി അന്വേഷിച്ചു, ആ ഒരു സമയത്താണ് അച്ഛൻ പോലീസ് കേസ് കൊടുക്കാൻ പറഞ്ഞത്, അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന സമയത്താണ് അവിടെ നിൻ്റെ അനിയനും ഉണ്ടായിരുന്നതെന്ന് നമ്മുടെ സച്ചി പറയുമ്പോഴത്തേക്കും അവനുണ്ടായിരുന്നു, അവനെന്തിനാ അവിടെ വന്നത്, എന്നെ കാണാതായി എന്നുള്ള കംപ്ലയിൻറ്റ് നൽകാനാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിന്നെ കാണാതായെന്ന് കംപ്ലയിൻറ്റ് നൽകാനല്ല, എന്നെ കാണാതായതിൻ്റെ പിന്നെ ഞാനായിരിക്കും എന്നുള്ള രീതിക്ക് എനിക്കെതിരെ കംപ്ലയിൻറ്റ് നൽകാനാണ് അവരവിടെ വന്നതെന്ന് സച്ചി പറയുന്ന സമയത്ത് രേവതിയാകെ ഞെട്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.